നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. സംഘപരിവാറിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി. ഇന്ത്യ ഒരു മതത്തിന്റെ മാത്രം രാഷ്ട്രമല്ല. ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കപ്പെടുകയാണെന്നും ഇത് സാംസ്കാരിക ഫാസിസമാണെന്നും പിണറായി വിജയൻ. ബുൾഡോസർ രാജ് വിവാദങ്ങൾക്കിടെ ശിവഗിരിയിൽ വേദി പങ്കിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. പോറ്റിയെക്കുറിച്ച് കൂടുതലറിയാൻ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. അന്വേഷണത്തിൽ SITക്ക് ആശയക്കുഴപ്പം. സ്വർണ്ണക്കൊള്ളയുമായി ഡി മണിക്ക് ബന്ധമുണ്ടോ എന്നതിൽ തെളിവ് കണ്ടെത്താനായില്ല. ഇറിഡിയം തട്ടിപ്പിൽ ഡി മണിക്ക് പങ്കെന്ന് കണ്ടെത്തൽ. മറ്റത്തൂരിൽ പുതിയ അടവുമായി കോൺഗ്രസ് വിമതർ. ആവശ്യങ്ങൾ DCC അംഗീകരിച്ചാൽ രാജിവെക്കാമെന്ന് വിമതർ. DCC അധ്യക്ഷന് പിഴവുണ്ടായതായി വിമത നേതാവ് TN ചന്ദ്രൻ. രാജിവെക്കാത്തവരെ പുറത്താക്കിയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മുൻ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സമാന്തര DCC പ്രവർത്തിക്കുന്നുവെന്ന് കോൺഗ്രസ് വിമർശനം. പിന്തുണ നേരത്തെ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലെന്ന് BJP. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത്. മുടവൻ മുകളിലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ച് ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ. (2026) വരവേൽക്കാനൊരുങ്ങി ലോകം. വർണ്ണം വിസ്മയമൊരുക്കി പുതുവർഷത്തെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിൽ രാജ്യങ്ങൾ. ന്യൂ ഇയർ ആദ്യം എത്തുന്നത് പസഫിക് ദ്വീപായ കിരിബാത്തിയിൽ. സംസ്ഥാനത്ത് ഫോർട്ട് കൊച്ചി ഉൾപ്പെടെ ആഘോഷത്തിമിർപ്പിൽ. സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശം. ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കപ്പെടുകയാണെന്നും ഇത് സാംസ്കാരിക ഫാസിസമാണെന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന തീർത്ഥാടന മഹാസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ബഹുസ്വരത, ഉപസംസ്കൃതികൾ തകർക്കപ്പെടുന്നു. ഐതിഹ്യങ്ങളെയും കൽപ്പിത ഭാവനകളെയും ചരിത്ര സത്യങ്ങളായി അവതരിപ്പിക്കുന്നു. മനുഷ്യൻ്റെ യുക്തിചിന്തയെയും സ്വാതന്ത്ര്യദാഹത്തെയും ചങ്ങലക്കിടുകയാണ് ലക്ഷ്യം. ഇത് സാംസ്കാരിക ഫാസിസത്തിൻ്റെ ദൗത്യം തന്നെയാണെന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയണം. ഗുരുവിൻ്റെ സോദരത്വേന എന്ന സന്ദേശം നമ്മുടെ ഭരണഘടനയുടെ ആമുഖ വചനങ്ങളിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. ബുൾഡോസർ രാജ് വിവാദങ്ങൾക്കിടെ വേദി പങ്കിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും. വർക്കല ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. ബുൾഡോസർ രാജ് വിവാദത്തിൽ കർണാടക സർക്കാരിനെ പിണറായി വിജയൻ വിമർശിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഒരു വേദിയിൽ ഇരുവരും ഒന്നിച്ചെത്തുന്നത്. രാവിലെ നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗം ഉച്ചയ്ക്ക് 12 മണിയിലേക്ക് മാറ്റിവെച്ചാണ് മുഖ്യമന്ത്രി എത്തിയത്. ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിട്ടാണ് സിദ്ധരാമയ്യ വന്നത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ അധ്യക്ഷ പ്രസംഗത്തിന് മുൻപ് മുഖ്യമന്ത്രി പ്രസംഗിച്ചു. കർണാടക മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ വേദിയിൽ തുടരാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി പിന്നീട് ഹസ്തദാനം നൽകി മടങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ ഒരു ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരിയും ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ എന്നിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി SIT കസ്റ്റഡിയിൽ നൽകിയത്. സ്വർണം വേർതിരിച്ചതിനും വിതരണം ചെയ്യുന്നതിനും ഇവർക്ക് പങ്കുണ്ടെന്നും സ്വർണ്ണ വ്യാപാരിയും ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ ഇടപാടിലെ പ്രധാന കണ്ണിയാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 3 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്ത് സ്വർണം എവിടെയെല്ലാം എത്തിച്ചു എന്നതിലും രാഷ്ട്രീയ ഉന്നതതല ബന്ധങ്ങളിലും വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇവരെ ഒരു ദിവസമാണ് SIT കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാറിനെയും ഹാജരാക്കി. സ്വർണം കടത്തിയതായി പറയപ്പെടുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ഇദ്ദേഹം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളികൾ കൈമാറിയപ്പോൾ സാക്ഷിയായി ഒപ്പിട്ടു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ N. വിജയകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി
കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, എന്തായാലും ഈ 3 പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് SIT സംഘം എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് കൂടുതലായി അറിയണം എന്ന നിലയിലേക്ക് വരുമ്പോഴാണ് UDF കൺവീനർ അടൂർ പ്രകാശ് MPയും ഈ ചോദ്യമുനയിൽ എത്തുന്നത്. എന്താണ് വിവരങ്ങൾ? ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളതായി കരുതുന്ന ആളുകളെയൊക്കെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിളിച്ചു വരുത്തുന്നത്. ഇവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോട്ടോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ പങ്കിട്ടിട്ടുള്ള ആളുകളെയൊക്കെയും തന്നെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ മുതൽ തന്നെ അടൂർ പ്രകാശിന്റെ ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ സഹിതം പുറത്തു വന്നിരുന്നു. അത്തരം ആരോപണങ്ങളടക്കം ശക്തമായി തന്നെ നേരത്തെയും ഉയർന്നു വന്നതാണ് സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും. ഒപ്പം തന്നെ സോണിയാഗാന്ധിയെ നേരിൽ കാണുന്നതിന് താനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോയത് എന്ന കാര്യം അടൂർ പ്രകാശ് അടക്കം വ്യക്തമാക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ആ ഒരു ആരോപണങ്ങൾ ശക്തമായി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അടൂർ പ്രകാശിനെ കൂടി ചോദ്യം ചെയ്യുന്നത്. കാരണം വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ഒരു ആരോപണം വന്ന സ്ഥിതിക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണ സംഘം വിശദമായി തന്നെ എല്ലാവരെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ അടക്കം നേരത്തെ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം PS പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണ്. ഇതിൽ നിന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളെ മുഴുവനായി ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം MS മണിയെ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൂട്ടാളികളെയും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ആളുകളെ ഒന്നിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിനും അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. നിലവിൽ അന്വേഷണ സംഘം SIT സംഘം ഒരു അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് ഉന്നതിലേക്ക് അടക്കം അന്വേഷണ സംഘം നീങ്ങുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുകയോ മൊഴിയെടുക്കുകയോ ചെയ്യുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം ഈ പ്രതികളെ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇതിലൊരു വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് അറിയാൻ കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യുന്നത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന്റെ ദിശ തിരിച്ചുവിടാനാണ് ഇല്ലാത്ത കാര്യങ്ങൾ ചേർക്കുന്നത് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നതുവരെ കണ്ണിലെണ്ണ ഒഴിച്ചു ഉണ്ടാകും. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള SIT നീക്കത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന്. അപ്പൊ നമുക്ക് കാത്തിരിക്കുകയാണ്. അല്ല, ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിവിടേണ്ട കാര്യമില്ല. ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങള്. ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ഞങ്ങളെല്ലാവരും കണ്ണിലൊന്നുണ്ടാവും, കേരള ജനതയും ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനായിട്ട്. M. സ്വരാജിനെതിരെ റിപ്പോർട്ട് തേടി കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിവാദപരവും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവന M. സ്വരാജ് നടത്തിയെന്നാണ് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ നൽകിയ പരാതിയിലാണ് കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടിയത്. M. സ്വരാജിന്റെ 2018 പ്രസംഗത്തിന്റെ വീഡിയോ സഹിതമാണ് പരാതി നൽകിയത്. അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചു എന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീരാണ് പ്രളയമായി നദികളിലൂടെ ഒഴുകി വന്നത് എന്നുമായിരുന്നു M. സ്വരാജിന്റെ പ്രസംഗം. വിഷയത്തിൽ കൊല്ലം വെസ്റ്റ് SHOയ്ക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും വിഷ്ണു സുനിൽ നേരത്തെ പരാതി നൽകിയെങ്കിലും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചത്. മറ്റത്തൂരിലെ BJP കോൺഗ്രസ് സഖ്യത്തിൽ KPCC പ്രസിഡന്റിനോട് രാജിസന്നദ്ധത അറിയിച്ച് വിമത നേതാക്കൾ. DCC അധ്യക്ഷന് പിഴവുണ്ടായതായി KPCCയെ ബോധ്യപ്പെടുത്താനായതായി വിമത നേതാവ് TN ചന്ദ്രൻ പ്രതികരിച്ചു. KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നലെ
ഞാനടക്കമുള്ള നേതാക്കൾ ശ്രീ റോജി ജോണുമായി ചർച്ച നടത്തുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പാർട്ടിയിൽ കുറേ നാളുകളായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെയും അതുപോലെ തന്നെ തെറ്റായ ചില പ്രവണതകളുടെയും അടിസ്ഥാനത്തിലാണ് മറ്റത്തൂരിൽ ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ ഉണ്ടാകാൻ കാരണമെന്ന് ഞങ്ങൾക്ക് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ അതിനനുസൃതമായ ചർച്ചകളും നടപടികളും ഉണ്ടാകും എന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ക്രിയാത്മകമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത് എങ്കിൽ രാജി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി തീരുമാനങ്ങൾക്കും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമായി പാർട്ടി. അതേസമയം മറ്റത്തൂരിൽ രാജിവെക്കാത്ത പാർട്ടി പ്രവർത്തകരെ പുറത്താക്കാൻ ആർജവം കോൺഗ്രസ് കാണിച്ചുവെന്നായിരുന്നു DCC പ്രസിഡന്റിന്റെ പ്രതികരണം. CPM-ന് 6-ഉം BJP-ക്ക് 6-ഉം കോൺഗ്രസിന് 4-ഉമാണ്. അവിടെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യുടെ 1-ാം വാർഡ് അംഗം അനിത ശൈലേന്ദ്രൻ അവരുടെ വോട്ട് കരുതിക്കൂട്ടി അസാധുവാക്കുകയാണ് ഉണ്ടായത്. ആ അസാധുവാക്കലിലൂടെ CPM-ന്റെ രമാ പ്രകാശൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട് ആ BJP-യുടെ സഹായത്തോടു കൂടി പ്രസിഡന്റായ ആ രമാ പ്രകാശനെ രാജിവെപ്പിക്കാൻ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറായില്ല? തുറന്നു പറയണം സമൂഹത്തിനോട്. അതേസമയം സ്വതന്ത്ര അംഗങ്ങൾക്ക് പിന്തുണ നൽകാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് BJP എറണാകുളം മേഖലാ അധ്യക്ഷൻ A. നാഗേഷ് പറഞ്ഞു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ പരാതി നൽകുമെന്ന് മറ്റത്തൂരിലെ കോൺഗ്രസ് ഭാരവാഹികളും അറിയിച്ചു. ഈ മറ്റത്തൂരിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു വിഭാഗം TM ചന്ദ്രൻ കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ജോസ് വള്ളൂരാണ്. ശ്രീ ജോസ് വള്ളൂർ ഇപ്പോൾ KPCCയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹവുമായിട്ടുള്ള ഡീലിൻ്റെ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിനെ പോയി ബന്ധപ്പെട്ട് TM ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ അത് ഇടനിലയ്ക്കായിട്ട് സംസാരിക്കാനായിട്ട് ശ്രീ റോജി ജോണിനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും കാലം 2005 മുതൽ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഈ TM ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഈ പുറത്താക്കപ്പെട്ടവരെ കൃത്യമായിട്ടും തെളിവോട് കൂടിയിട്ട് തന്നെയാണ് ഇവരെ പുറത്താക്കിയിട്ടുള്ളത്. അവരൊരു കാരണവശാലും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കരുത്. അതേസമയം നിരപരാധികളായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരെ ഇതൊന്നും അറിയാതെ പിന്നാലെ നടക്കുന്ന പാവപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ കുറ്റസമ്മതം നടത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ വളരെ 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ തയ്യാറാണെന്ന് ഈ അവസരത്തിൽ. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഈ വിമതർ പറയുന്നത് തങ്ങൾ KPCC പ്രസിഡന്റിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നും മറുവശത്ത് അംഗീകരിക്കാത്ത ആളുകളെ പുറത്താക്കും അല്ലെങ്കിൽ പുറത്താക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നു എന്ന് DCC അധ്യക്ഷനും പറയുകയാണ്. അതായത് തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ ആ ഒരു സംഘടനയിലെ ഉൾപ്പോര് അല്ലെങ്കിൽ അകത്തുള്ള വിഭാഗീയത നല്ല രീതിയിൽ കലങ്ങി മറിയുന്നു എന്ന് വേണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ? ലിജിൻ, തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഈ മറ്റത്തൂരിലെ പ്രവർത്തകരും അതുപോലെ തന്നെ DCCയും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധം അല്ലെങ്കിൽ തുറന്ന വിഭാഗീയതയാണ് ഇത് എന്ന് വേണം പറയാൻ. അതായത് ഈ നേരത്തെ തന്നെ ഇവർ പറഞ്ഞിരുന്നു, അതായത് ഈ വിമതരായ നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇത് തങ്ങൾ രാജി സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ DCCയുടെ നിലപാട് മാറ്റണം. പ്രധാനമായും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ വലിയ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ DCC പ്രസിഡന്റിനെ മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ രാജി വെക്കാം, അല്ലെങ്കിൽ രാജി സന്നദ്ധതയാണ് ഇപ്പോൾ ഇവർ അറിയിച്ചത്. പക്ഷേ ഇതിന് മറുപടിയായി DCC പ്രസിഡന്റ് പറഞ്ഞത് ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നവർ പല കാര്യങ്ങളുമായി മുന്നോട്ട് വരും, അവരെ മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല, മാത്രമല്ല താൻ ചെയ്തത് കൃത്യമായ നടപടി തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് DCC പ്രസിഡന്റ് ഇപ്പോൾ പറയുകയുണ്ടായത്. എന്തായാലും വലിയ വിഭാഗീയത തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഹരീഷായിരുന്നു വിവരങ്ങൾ നൽകിയത്. മതപരിവർത്തനം ആരോപിച്ച് മഹാരാഷ്ട്ര നാഗ്പൂരിൽ മലയാളി വൈദികനെയും ഭാര്യയെയും സഹായിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി CSI ബിഷപ്പ് കൗൺസിൽ. നടപടിയെ ശക്തമായി അപലപിക്കുന്നുവെന്ന് CSI ബിഷപ്പ് കൗൺസിൽ സെക്രട്ടറി ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ പറഞ്ഞു. മതപരിവർത്തനം ആരോപിച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വം നിശബ്ദത പാലിക്കുന്നത് ശരിയല്ല, അത് അക്രമം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണത്തിലിരിക്കുന്നവർ ഇത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സൗത്ത് കേരള മഹാ ഇടവകയിലെ ഒരു അച്ഛനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സുധീറിനെയും ജാസ്മിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. അവരോടൊപ്പം
സ്വദേശികളായ 2 കുടുംബങ്ങളെയും അറസ്റ്റ് ചെയ്തു. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് അറിയുന്നതിനിടയായത്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന് നേരെ എതിരായ ഒരു കാര്യമാണ്. അവിടെ മതപരിവർത്തനമല്ല നടക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി നാഗ്പൂരിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാരിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതി. മദ്യത്തിന് പേരിടിയിൽ മത്സരം നഗ്നമായ ചട്ടലംഘനമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി അഭിപ്രായപ്പെട്ടു. പുതിയതായി നിർമ്മിക്കുന്ന മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കാൻ പൊതുജനങ്ങൾക്ക് പാരിതോഷികം നൽകി നടത്തുന്ന മത്സരത്തിനെതിരെയാണ് KCBC രംഗത്ത് വന്നത്. മദ്യത്തിന് പരസ്യം പാടില്ല എന്ന നിയമവ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ് ഇത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മനസ്സൊരുക്കുന്ന വോട്ടർമാരുടെ ഇടയിൽ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ ചിന്തയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. CPI ചതിയൻ ചന്തു എന്ന വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് ശക്തമായ മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചതിയൻ ചന്തു എന്ന തൊപ്പി അത് പറഞ്ഞയാൾക്കാണ് 1000 വട്ടം ചേരുകയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വെള്ളാപ്പള്ളിയെ കണ്ടാൽ താൻ കാറിൽ കയറ്റില്ല എന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിമർശനങ്ങൾക്കെതിരെ തിരുവനന്തപുരത്ത് MN സ്മാരകത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം പ്രസ്താവന സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷുഭിതനായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലബാറിൽ മലപ്പുറം, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനവും ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി എന്ന് പ്രതികരിച്ച വെള്ളാപ്പള്ളി മലപ്പുറത്ത് സ്കൂൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നത് സത്യമല്ലേ എന്ന് ചോദിച്ചു. തുടർന്ന് ഇക്കഴിഞ്ഞ 9 വർഷം പിണറായി വിജയൻ സർക്കാർ അനുവാദം തന്നില്ലേ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴായിരുന്നു പ്രകോപിതനായത്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സ്റ്റേജിൽ നിന്നും വീണ് പരിക്കേറ്റ സംഭവത്തിൽ 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉമാ തോമസ് MLA സ്റ്റേഡിയത്തിന്റെ ഉടമകളായ GCDAക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. നഷ്ടപരിഹാരം നൽകിയില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് പോൾ ജേക്കബ് വഴി നൽകിയ നോട്ടീസിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 29-ന് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാദം നൃത്തസന്ധ്യയ്ക്കിടയിലായിരുന്നു MLA താൽക്കാലിക വേദിയിൽ നിന്ന് വീണത്. സംഘാടകരുടെ വിശ്വാസ്യത പോലും പരിശോധിക്കാതെയാണ് GCDA സ്റ്റേഡിയം അനുവദിച്ചത് എന്ന് നോട്ടീസിൽ ആരോപിക്കുന്നു. സിറ്റി ബസ് വിവാദത്തിൽ തിരുവനന്തപുരം മേയർ VV രാജേഷിന് മറുപടിയുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കോർപ്പറേഷൻ ബസ്സുകൾ വാങ്ങിയതിൽ 60% വിഹിതവും സംസ്ഥാനത്തിൻ്റെതാണെന്നും ഈ ബസ്സുകൾ വേറൊരു ജില്ലയിലും ഓടുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. മേയർ 113 ബസ്സുകളും തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചയക്കും. CMDക്ക് ഒരു കത്ത് കൊടുത്താൽ മാത്രം മതി. പകരം 150 ബസ് KSRTC സിറ്റിയിൽ ഇറക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കോർപ്പറേഷന് വണ്ടികൾ കൊടുത്താൽ KSRTCയുടെ സ്ഥലത്ത് ഇടാൻ സമ്മതിക്കില്ല എന്നും വാഹനങ്ങൾ സന്തോഷത്തോടെ തിരികെ കൊടുക്കാൻ തയ്യാറാണ് എന്നും മന്ത്രി പറഞ്ഞു. ഡ്രൈവറും വർക്ക്ഷോപ്പും കണ്ടക്ടറും എല്ലാം KSRTCയുടേതാണ് എന്ന് മന്ത്രി വിശദീകരിച്ചു. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ പൊതുദർശനം തിരുവനന്തപുരം മുടവൻ മുകളിലെ വസതിയിൽ തുടരുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, PA മുഹമ്മദ് റിയാസ്, RMB സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, നടന്മാരായ മണിയൻ പിള്ള രാജു, പ്രകാശ് വർമ്മ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. അമൃത TVക്ക് വേണ്ടി ചാനൽ ബിസിനസ് ഹെഡ് R ശിവകുമാർ ആദരാഞ്ജലി അർപ്പിച്ചു. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഇപ്പോഴും നിരവധി പ്രമുഖരാണ് ആദരാഞ്ജലി അർപ്പിക്കാനായി അവിടെ എത്തുന്നത്. സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുക? വൈകിട്ട് 4 മണിയോട് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നിരവധി പേരാണ് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇപ്പോൾ നിരവധി ആളുകൾ, നാട്ടുകാരും ബന്ധുക്കളും ജനങ്ങളും ഒക്കെയായി നിരവധി ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നു. വളരെ ഒരു തിരക്ക് തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയൊരു തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുമുണ്ട്. നേരത്തെ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് തുടങ്ങിയവർ എത്തി അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി. ടെറിട്ടോറിയൽ ആർമിയുടെ തിരുവനന്തപുരം റീജിയനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും എത്തി അന്തിമോപചാരം അർപ്പിച്ച മടങ്ങുകയുണ്ടായി. കൂടുതൽ പേരും എനിക്ക് ഉച്ചയോടുകൂടി നിരവധി ആളുകൾ, കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തുന്നുണ്ട്. 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ
നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വലിയൊരു തിരക്ക് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തുതന്നെയായാലും മന്ത്രിമാരായ വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സിനിമാ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങ് മുകളിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടി സംസ്കാരം നടക്കും. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കൊച്ചി. പുതുവത്സര രാത്രിയിൽ കത്തിക്കാൻ ഇത്തവണ കൊച്ചിയിൽ 2 ഇടത്തായാണ് ഭീമൻ പാപ്പാഞ്ഞികൾ ഒരുങ്ങിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയാകെ ആഘോഷത്തിമിർപ്പിലാണ്. വെളി ഗ്രൗണ്ടിലെ കൂറ്റൻ ക്രിസ്മസ് ട്രീ കാണാൻ ഇന്നലെ രാത്രിയും 10,000-ങ്ങളാണ് എത്തിയത്. ക്രിസ്മസ് നാളുകളിൽ തുടങ്ങുന്നതാണ് കൊച്ചിയിലെ ആഘോഷരാവുകൾ. ഫോർട്ട് കൊച്ചിയിലെ വെളിഗ്രൗണ്ടിൽ രാത്രികളിൽ വൻ ജനത്തിരക്കാണ് ഇത്തവണയും. 1.5 ലക്ഷത്തിലധികം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച കൂറ്റൻ ക്രിസ്മസ് ട്രീയാണ് ഇവിടെ പ്രധാന ആകർഷണം. മഞ്ഞ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന മഴമരം സെൽഫികളിലും റീലുകളിലും തരംഗമായി കഴിഞ്ഞു. ലഘുഭക്ഷണശാലകളും കളിപ്പാട്ടങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും മറ്റും വിപണനവുമൊക്കെയായി ഉത്സവ ലഹരിയാണ് ഒരുക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല തിരക്കൊക്കെ ഉണ്ട്. ഈ 25-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ആകെ ടൈറ്റായി പോയി. ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ നൂറ്റാണ്ടുകളായുള്ള പതിവാണ് പുതുവത്സരത്തെ വരവേറ്റ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങ്. പോയ വർഷത്തെ ദുഃഖങ്ങളും നഷ്ടങ്ങളും എല്ലാം അഗ്നിക്കിരയാക്കി സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും പുതുവത്സരത്തെ സ്വാഗതം ചെയ്യുന്നതിന്റെ പ്രതീകമാണ് പാപ്പാഞ്ഞി കത്തിക്കൽ. ഇത്തവണ 2 ഇടത്തായാണ് ഭീമൻ പാപ്പാഞ്ഞികൾ ഒരുങ്ങിയിരിക്കുന്നത്. എറണാകുളം ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും നിരവധി ആളുകളാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ദിവസങ്ങൾക്ക് മുൻപേ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളിവിടെ ഏഷ്യത്തെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കാണാനും പിന്നെ ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ കാണാനാണ് വന്നത്. അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടമായി. ഗാലഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ വെളിഗ്രൗണ്ടിലും കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരേഡ് ഗ്രൗണ്ടിലുമാണ് ഭീമൻ പാപ്പാഞ്ഞിമാരെ ഒരുക്കിയിരിക്കുന്നത്. 2 സ്ഥലങ്ങളിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്നതോടെ ശബരിമല വീണ്ടും ഭക്തജന തിരക്കിലേക്ക്. ഇന്ന് വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് ഭക്തർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ 57,256 തീർത്ഥാടകർ എത്തി. ഇന്നും പുലർച്ചെ നട തുറന്നത് മുതൽ വലിയ രീതിയിലുള്ള തിരക്ക് പമ്പയിലും സന്നിധാനത്തുമുണ്ട്. സന്നിധാനത്ത് നിന്നും സുധീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നത് മുതൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഒരു തിരക്ക് അത് ഇപ്പോഴും ഇതേ കണക്ക് തന്നെ തുടരുന്നു. നിരവധി ഭക്തരാണ് ഇപ്പോൾ ഈ ഒരു മണ്ഡപത്തിലും ഒപ്പം തന്നെ ഫ്ലൈ ഓവറിലും അയ്യപ്പനെ ദർശിക്കുന്നതിനായി കാത്തു നിൽക്കുന്നത്. ഏറെ നേരം ക്യൂ നിന്ന് വേണം ഭക്തർക്ക് ഇപ്പോൾ അയ്യപ്പ ദർശനം നടത്താൻ എന്നുള്ളത് ഈ ഭക്തരെ പല ദേശങ്ങളിൽ നിന്നും എത്തുന്ന ഈ ഭക്തരെ അല്പം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. എരുമേലിയിൽ നിന്നും പുല്ലുമേട് വഴിയും ഒക്കെ എത്തുന്ന ഭക്തർ ഇത്തരത്തിൽ ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും അവർക്ക് അയ്യപ്പ ദർശനം സുഗമമായി നടത്താൻ കഴിയുന്നു സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. അവർ അതിനുവേണ്ടിയാണ് ഈ മല ചവിട്ടുന്നത്. ആ ഒരു പുണ്യം നേടുന്നതിന് വേണ്ടിയാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു തിരക്ക് അത് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഏറെ നേരം ഇവർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നു. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പം ഇവരൊക്കെ തന്നെ ഈ ക്യൂവിൽ ഏറെ നേരം നിൽക്കുമ്പോൾ ക്ഷീണിതരായി വേണം അയ്യപ്പ ദർശനത്തിനായി 18-ാം പടി ചവിട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പലരും പങ്കുവെക്കുന്നുണ്ട്. പോലീസും മറ്റ് ഒക്കെ തന്നെ വലിയ ഭക്തജന തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് നിന്നും സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ നോക്കാം. മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡാമിയൻ മാർട്ടിൻ ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഡാമിയനെ കഴിഞ്ഞ ദിവസമാണ് ബ്രിസ്ബനിലെ ഗോൾഡ് കോസ്റ്റ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ഡാമിയൻ കോമയിലാണ് ഉള്ളതെന്ന് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും മികച്ച ചികിത്സയാണ് ഡാമിയനെ ലഭ്യമാക്കുന്നത് എന്നും കുടുംബം അദ്ദേഹത്തിനൊപ്പമുണ്ടെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും അറിയിച്ചിട്ടുണ്ട്. ഡാമിയന്റെ മടങ്ങിവരവിനായി ക്രിക്കറ്റ് ലോകം ഒന്നാകെ കാത്തിരിക്കുകയാണെന്ന് താരത്തിന്റെ ഉറ്റ സുഹൃത്തു കൂടിയായ ആഡം ഗിൽക്രിസ്റ്റ്
പറഞ്ഞു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക.